അപകടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ വയറ് ഷോർട്ട് ആവാനുള്ള മെയിനായിട്ടുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാനിന്ന് വയറിങ് ചെയ്യണതിനെ കുറിച്ചിട്ടുള്ള വയറിങ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ കേരളത്തിൽ 1-2 തവണ വണ്ടി കത്തുന്നതിൻ്റെ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ വയറിങ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് അത്. അപ്പോൾ നമ്മൾ വയറിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വീട്ടിലിരുന്ന് വയറിങ് ചെയ്യുകയാണെങ്കിലും കടയിൽ കൊണ്ടുപോയിട്ട് വയറിങ് ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ നല്ല ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ എന്തൊരു സാധനം എക്സ്റ്റേണലായിട്ട് എന്തൊരു ഡിവൈസ് സബിൻ്റെ കാര്യമായാലും ബാക്കി വേറെ എന്തൊരു സാധനമായാലും നമ്മൾ എക്സ്റ്റേണലായിട്ടൊരു ഡിവൈസ് കൊടുക്കുമ്പോൾ മെയിനായിട്ട് നോക്കേണ്ടത് ഫ്യൂസിൻ്റെ കാര്യം തന്നെയാണ്. നമ്മൾ വണ്ടിയിൽ എക്സ്റ്റേണലായിട്ട് എന്തൊരു ഡിവൈസ് ആഡ് ചെയ്യുകയാണെങ്കിലും അതിൽ നമ്മൾ എന്തായാലും ഫ്യൂസ് ആഡ് ചെയ്തിരിക്കണം. ആ ഡിവൈസിന് കേപ്പബിൾ ആയിട്ടുള്ള ഫ്യൂസിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് അതിന് ആഡ് ചെയ്ത് കൊടുത്തിരിക്കണം. അത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. മെയിനായിട്ട് സ്പാർക്ക് വരുന്നത് നമ്മൾ കറക്റ്റായിട്ടുള്ള ഫ്യൂസിങ് കൊടുക്കാണ്ടും അതേപോലെ തന്നെ ലോക്കൽ വയേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ വയറിങ് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സ്പാർക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മൾ ടച്ച് സ്ക്രീനിൻ്റെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ അഡീഷണൽ ആയിട്ട് നമ്മൾ ഈ ഫ്യൂസും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. കാരണം ടച്ച് സ്ക്രീനിൽ എന്തെങ്കിലും ഷോട്ടും കാര്യങ്ങളും വരികയാണെന്നുണ്ടെങ്കിൽ ACCയുടെ ഫ്യൂസാണ് ആദ്യം പോവുക. അത് കാരണം കൊണ്ട് ടച്ച് സ്ക്രീനിൻ്റെ കാര്യത്തിൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ വയറ് ഷോർട്ട് ആയാലാണ് സ്പാർക്ക് വരുള്ളൂ. സ്പാർക്ക് ഉണ്ടായാലാണ് വണ്ടിക്ക് ഇതേ രീതിയിലുള്ള അപകടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ വയറ് ഷോർട്ട് ആവാനുള്ള മെയിനായിട്ടുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ വയറ് ചെയ്യുന്ന സമയത്ത്, അതായത് എൻജിൻ വളരെയധികം ചൂടാകുന്ന ഒരു സാധനമാണ്. അത് കാരണം തന്നെ നമ്മൾ വയറിങ് ചെയ്യുന്ന സമയത്ത് എൻജിൻ്റെ സൈഡിൽ കൂടെ, അതായത് എൻജിനിൽ കൂടുതൽ ചൂടാവുന്ന ഭാഗം പെട്ടെന്ന് ഉരുകി വയറ് ഷോർട്ട് ആവാൻ സാധ്യത കൂടുതലുള്ള ആ ഏരിയയിൽ കൂടെയൊക്കെ മാക്സിമം നമ്മൾ വയറിങ് ചെയ്യാതിരിക്കുക. അതായത് നമ്മൾ അണ്ടർ ബോഡി ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ സൈലൻസറിൻ്റെ ഭാഗത്ത് കൂടെയുള്ള വയറിങ്ങും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. അതേ രീതിയിൽ എൻജിൻ്റെ സൈഡിൽ കൂടെ എൻജിൻ്റെ ഹീറ്റ് കൂടുതൽ വരുന്ന ഭാഗത്ത് കൂടെയുള്ള വയറിങ് കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം ഒഴിവാക്കുക. അങ്ങനെ ഒഴിവാക്കാതെ ചെയ്യുമ്പോഴാണ് ഈ അപകടങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഇപ്പോൾ എൻജിൻ്റെ ഭാഗത്തു കൂടെ മാത്രമല്ല, നമ്മൾ ഏത് ഭാഗത്തു കൂടെയും വയറിങ് ചെയ്യുമ്പോൾ ഇതേ രീതിയിലുള്ള പൈപ്പുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് മാത്രം നമ്മൾ വയറിങ് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് അതാവുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ബോഡിയായിട്ട് എന്തായാലും ടച്ച് ആവില്ല. ബോഡിയായിട്ട് ടച്ചും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് പോസിറ്റീവും നെഗറ്റീവും ടച്ച് വരുമ്പോഴാണ് ഈ സ്പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇത്തരം പൈപ്പുകളൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം സേഫായിട്ട് തന്നെ നമുക്ക് വയറിങ് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ എന്തൊരു സാധനം നമ്മൾ കൊടുക്കുകയാണെങ്കിലും അതിനനുസരിച്ചിട്ടുള്ള റിലേയും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള റിലേയും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുക. ഇപ്പോൾ ഫോഗ് ലാമ്പും ഹോണിൻ്റെ കാര്യമൊക്കെ ആണെങ്കിലും നമ്മൾ അതിന് പാകത്തിനുള്ള റിലേയും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് വെച്ചാൽ ഓവർ ലോഡും കാര്യങ്ങളൊന്നും വരില്ല. ചില ആൾക്കാർ ഹോണും അതേപോലെ ഫോഗ് ലാമ്പൊക്കെ കറക്റ്റായിട്ട് ഡയറക്റ്റായിട്ട് കണക്ഷൻ കൊടുത്തിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചാൽ ഓവറായിട്ട് ലോഡ് വലിച്ചിട്ട് വയറ് ഓവറായിട്ട് ചൂടായിട്ട് പെട്ടെന്ന് ഷോർട്ട് ആവാൻ സാധ്യത വളരെയധികം കൂടുതലാണ്. പിന്നെ നമ്മൾ വയറിങ് ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട വേറെ എന്തായാലും കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വെച്ചാൽ കൂടുതലായിട്ട് നമ്മൾ ഈ ജോയിൻറ്റുകളിൽ വരുമ്പോഴാണ്, അതായത് നമ്മൾ ഈ ജോയിൻറ്റുകളുള്ള വയറുകൾ കൂടുതൽ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ഇതേ രീതിയിലുള്ള ഷോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ നമ്മൾ ഈ ജോയിൻറ്റുകളിൽ നമ്മൾ മാക്സിമം നമ്മൾ ഇൻസുലേഷൻ ടാപ്പുകളൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം വയർ ഷ്രിങ്കേഴ്സൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നമുക്ക് സേഫ് ആയിരിക്കും. വയർ ഷ്രിങ്കേഴ്സൊക്കെ നമ്മൾ ഇൻസുലേഷനൊക്കെ ഒന്നുകൂടി സേഫാണ്, വാട്ടർ പ്രൂഫാണ്. അപ്പോൾ അത് ഒന്നുകൂടി നമുക്ക് സേഫായിട്ടുള്ള കാര്യമാണ്. പിന്നെ നമ്മൾ ഇതേ രീതിയിൽ നമ്മൾ 2 ജോയിൻറ്റ് വരുന്ന ഭാഗത്ത് നമ്മൾ ഇൻസുലേഷൻ ടാപ്പ് ചുറ്റിയിട്ട്, അതായത് ചിലവർ ഇതിലും ഇൻസുലേഷൻ ചുറ്റിയിട്ട് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു പ്രവണത എപ്പോഴും കാണാറുണ്ട്. അതായത് 2 എണ്ണത്തിൽ ഇൻസുലേഷൻ ടാപ്പ് ചുറ്റിയതിന് ശേഷം ഒരുമിച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ വീണ്ടും ഒരു ഇൻസുലേഷൻ ചുറ്റിയതിന് ശേഷം ഒരുമിച്ച് കൊണ്ടുപോകുന്നത് കാണാറുണ്ട്. അപ്പോൾ അത് നമ്മൾ മാക്സിമം ഒഴിവാക്കുക. നമ്മൾ 2 ജോയിൻറ്റ് വരുന്ന സമയത്ത് ഇതേ രീതിയിൽ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു ജോയിൻറ്റിൻ്റെ അടുത്തല്ലാതെ കുറച്ച് വിട്ടിട്ട് നമ്മൾ ആ ജോയിൻറ്റ് ക്രമീകരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്തരം രീതിയിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജോയിൻറ്റ് തമ്മിൽ ഷോർട്ട് ആവാൻ വളരെയധികം സാധ്യത കുറവാണ്. പിന്നെ മെയിനായിട്ട് നമ്മൾ മാക്സിമം ഒരു 1 mm വയറെങ്കിലും നമ്മൾ മാക്സിമം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വയറുകൾ തന്നെ ഉപയോഗിക്കുക. ചെമ്പ് കമ്പിയുള്ള വയറുകൾ മാത്രം ഉപയോഗിക്കുക. ലോക്കൽ വയറുകളൊന്നും ഒരിക്കലും ഉപയോഗിക്കരുത്. എനിക്ക് ഇതേപോലെ രീതിയിലൊരു ഫോഗ് ലാമ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഇതേ രീതിയിൽ ലോക്കലായിട്ടുള്ളൊരു വയർ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല രീതിയിൽ തന്നെ ഒരു പണി കിട്ടിയിട്ടുള്ളതാണ്. അത് കാരണം കൊണ്ടാണ്, അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഇതേ രീതിയിലുള്ള ലോക്കൽ വയറുകളും അലുമിനിയം കൊണ്ട് ഉപയോഗിച്ചിട്ടുള്ള വയറുകളൊന്നും ഒരിക്കലും ഒരു കാരണവശാലും നമ്മൾ വാഹനങ്ങളിൽ ഉപയോഗിക്കരുത്. നമ്മൾ ഇതേ രീതിയിലുള്ള നല്ല ക്വാളിറ്റിയുള്ള ചെമ്പ് കമ്പിയുള്ള വയറുകൾ മാത്രം നമ്മൾ ഉപയോഗിക്കുക. എന്നാൽ നമ്മൾ മാക്സിമം സേഫായിട്ട് നമുക്ക് വാഹനങ്ങൾ ഓടിച്ച് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ വയറുകളുടെ കാര്യത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ബോഡി മൊത്തം നെഗറ്റീവാണ്. നമ്മൾ വയറുകളിലൂടെ പോകണം, മിക്കവാറും വയറുകളിലും പോസിറ്റീവായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു കാരണവശാൽ നമ്മൾ ലോക്കൽ വയറുകൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഇൻസുലേഷൻ പോയിട്ട് നമ്മൾ ചെമ്പ് കമ്പി പുറത്തേക്ക് എക്സ്പോസ് ആയി കഴിഞ്ഞിട്ട് വെച്ചാൽ എന്തായാലും അത് നമ്മുടെ ബോഡിയായിട്ട് ടച്ച് വന്നിട്ട് എന്തായാലും സ്പാർക്ക് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ വയറിങ് ചെയ്യുന്ന സമയത്ത് വയർ സെലക്ട് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ഹീറ്റ് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള വയറുകൾ തന്നെ നമ്മൾ മാക്സിമം സെലക്ട് ചെയ്തിട്ട് വയറിങ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.
പിന്നുള്ളൊരു വേറെ കാര്യമാണ് അനാവശ്യ വയറുകൾ ഒഴിവാക്കുക. അതായത് നമുക്ക് ഇപ്പോൾ ഒരു ഹോണിൻ്റെ ഒരു കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഹോണിൽ നിന്ന് മറ്റൊരു ഹോണിലേക്ക് നമ്മൾ വയറ് കൊണ്ടുപോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ഡിവൈസിൽ നിന്ന് മറ്റൊരു ഡിവൈസിലേക്ക് നമ്മൾ വയറ് കൊണ്ടുപോകുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ള ഫുൾ ലെങ്ത്ത്, അതായത് അതിന് പാകത്തിനുള്ള കറക്റ്റായിട്ടുള്ള വയറ് മാത്രം നമ്മൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് വയറ് അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റി വളഞ്ഞു പോവാതെ, അല്ലെങ്കിൽ ജോയിൻറ്റുകളുള്ള വയറുകൾ എടുക്കാതെ കറക്റ്റായിട്ടുള്ള ഫുൾ ലെങ്ത് ആയിട്ടുള്ള വയറുകൾ മാത്രം എടുക്കാനായിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അനാവശ്യമായിട്ടുള്ള വയറുകൾ മൂലമുണ്ടാകുന്ന ഷോർട്ടേജും കാര്യങ്ങളൊക്കെ നമുക്ക് മാക്സിമം കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് മാക്സിമം നമ്മളുടെ വണ്ടി സേഫ് ആക്കിയിട്ട് കൊണ്ടു നടക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ വയറിങ് ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ നമ്മൾ വയറിങ് ചെയ്യാൻ കൊടുക്കുന്ന ഷോപ്പിലും ഇതേ രീതിയിലൊക്കെ തന്നെ പ്രോപ്പറായിട്ട് വയറിങ് ചെയ്യേണ്ടതെന്ന് നമ്മൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നമ്മുടെ ബാറ്ററിയുടെ കണ്ടീഷൻ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ല കാര്യമായിരിക്കും. അപ്പോൾ ഇലക്ട്രിക്കൽ കമ്പോണൻറ്റിലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഫ്രണ്ട്സ്. താങ്ക് യു.